നിലവിൽ നമ്മുടെ സംസ്ഥാനത്തെ സംബന്ധിച്ച് നോക്കുമ്പോൾ നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി ആശങ്ക എന്ന് പറയുന്നത് ഈ അമീബിക് മസ്തിഷ്ക ജ്വരവുമായി ബന്ധപ്പെട്ടാണ് അല്ലേ? അപ്പോൾ ഈ ആശങ്കകൾ ശക്തമായി ഇരിക്കുന്നതിനിടയിൽ ഒരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ഈ രോഗബാധയുടെ ഉറവിടം എവിടെയാണ് എന്നത് കൃത്യമായി പല കേസുകളിലും കണ്ടെത്താൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. ആ അവ്യക്തത തുടരുകയാണ്. ഈ മാസം ആദ്യം മരിച്ച ഓമശ്ശേരി സ്വദേശിയായ 3 മാസം പ്രായമുള്ള കുഞ്ഞിന് രോഗം ബാധിച്ചത് എവിടെ നിന്ന് എന്ന് കണ്ടെത്താൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. കുട്ടിയെ കുളിപ്പിച്ച കിണറ്റിലെ വെള്ളത്തിന്റെ പരിശോധനയിൽ രോഗകാരണമായ നെഗ്ലേരിയ ഫൗലേരിയയുടെ സാന്നിധ്യം കണ്ടെത്താനായിട്ടില്ല. പക്ഷേ അതേസമയം കിണറ്റിൽ കണ്ടെത്തിയതാകട്ടെ ബലുമുത്തിയ മാൻഡ്രിലാരിസ് എന്ന ബാക്ടീരിയയാണ്. രോഗബാധ സംബന്ധിച്ച വിശദമായ പഠനങ്ങൾ വേണമെന്ന് 3 വയസ്സുകാരന്റെ പിതാവ് സിദ്ദിഖ് ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഇപ്പോൾ. സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് മരിക്കുന്നവരുടെ എണ്ണം ഏറുന്നതും ഒപ്പം രോഗബാധിതരായി ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നതും വലിയ ആശങ്കയാണ് ഉയർത്തിരിക്കുന്നത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ മാത്രം ഇപ്പോൾ നിലവിൽ 10 രോഗികൾ ചികിത്സയിൽ കഴിയുന്നു. ഇതിൽ 3 പേർ കുട്ടികളാണ് എന്നതാണ് ഏറെ ആശങ്ക ഉയർത്തുന്നത്. ഏറ്റവും ഒടുവിൽ പ്രവേശിപ്പിച്ചത് മലപ്പുറം സ്വദേശിയായ 13 വയസ്സുള്ള കുട്ടിയാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് കഴിഞ്ഞ ദിവസം മരിച്ച ചാവക്കാട് സ്വദേശിയായ ആൾ താമസിച്ചിരുന്ന അദ്ദേഹം പന്നിയങ്കരയിലെ ഹോട്ടലിൽ ജോലി ചെയ്യുകയായിരുന്നു. റഹീം എന്നയാളാണ്. അദ്ദേഹം താമസിച്ചിരുന്ന പന്നിയങ്കരയിൽ തന്നെയുള്ള അദ്ദേഹത്തിന്റെ താമസ സ്ഥലത്താണ്. അവിടുത്തെ കിണർ വെള്ളത്തിൽ നിന്നാണോ അല്ലെങ്കിൽ കോർപ്പറേഷന്റെ വെള്ളത്തിൽ നിന്നാണോ ഈ രോഗം വന്നത് എന്നതിനെ കുറിച്ച് ഇപ്പോഴും കൃത്യമായൊരു ധാരണയില്ല. അദ്ദേഹം ജോലി ചെയ്തിരുന്ന പന്നിയങ്കരയിലെ ഹോട്ടൽ അറ്റകുറ്റപ്പണികൾക്കായി ഏതാണ്ട് 1 മാസം മുമ്പ് അടച്ചിട്ടിരുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് ഹോട്ടലിൽ നിന്ന് അല്ല എന്ന രീതിയിലുള്ള വിലയിരുത്തലുകൾ വരുന്നു. അദ്ദേഹം മറ്റു പുറത്തെവിടെങ്കിലും പോയി കുളിക്കുകയോ മറ്റോ ചെയ്തോ അല്ലെങ്കിൽ അവിടെ നിന്നാണോ രോഗം വന്നത് എന്നതിനെക്കുറിച്ചും വ്യക്തമായൊരു ധാരണയില്ല. എന്തായാലും ഈ വീട്ടിലാണ് അദ്ദേഹം അവശ്യ നിലയിൽ കിടക്കുകയും ആശുപത്രിയിൽ കൊണ്ടുപോവുകയും പിന്നീട് അദ്ദേഹത്തിന് മരണം സംഭവിക്കുകയുമായിരുന്നു. ഇതിനിടയിലാണ് അമീബിക് മസ്തിഷ്ക ജ്വരത്തിന്റെ പരിശോധനകൾ നടത്തുകയും സ്ഥിരീകരിക്കുകയും ചെയ്തത്. അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയ അയൽവാസികളടക്കം ഇവിടെ ഉണ്ട്. എന്തായിരുന്നു അന്ന് സംഭവിച്ചത്? അന്ന് അയാൾ ബോധം കെട്ട് കിടന്നപ്പോൾ ഇവിടെ അടുത്തുള്ള 2 പേര് കൊണ്ടുപോയി. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ എത്തിയത്. പിന്നെ അത് കഴിഞ്ഞപ്പോൾ പറഞ്ഞത് അയാൾ പിന്നെ നാട്ടിൽ നിന്ന് ആൾ വന്നു, മകനുണ്ട് അടുത്തു എന്ന് പറഞ്ഞു. പിന്നെ ഇത് മരിച്ചു കഴിഞ്ഞപ്പോഴാണ് ഇതാണെന്നുള്ളത് അറിയുന്നത്. ടെസ്റ്റിങ്ങിൽ അറിഞ്ഞത്. അതിപ്പോ എവിടെ നിന്നാണെന്ന് വന്നതിനെ കുറിച്ചൊരു ധാരണയും അത് ഇവരിപ്പോ ഹോട്ടലിൽ അടച്ചത് 4-ാം തീയതി. 4-ാം തീയതി അടച്ചതിന് ശേഷം ഇവർ പുറത്തൊക്കെ പോയിട്ടുണ്ട്. പുറത്തു പോയി ഭക്ഷണം കഴിക്കലും പിന്നെ ഉപയോഗമൊക്കെ പുറത്താണ് അധികം. ഈ നാട്ടിൽ പോയിരുന്നോ എന്നുള്ളതും അറിയാൻ പറ്റില്ല. കാരണം അയാൾ പോകണമെന്ന് പറഞ്ഞിരുന്നു. കാരണം ഞങ്ങളെ അടുത്തേക്ക് സ്ഥിരമായിട്ട് പോകുന്ന ആ ഹോട്ടലാണത്. അപ്പോൾ അയാളായിട്ട് നല്ല ഒരു കമ്പനിയാണ്.